പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശോധന ചെയ്യുന്ന ദൈവത്തെ നമുക്ക് കണ്ട് അനുഭവിക്കാൻ കഴിയണം. അഭിഷേകം അന്നെ എന്ന വചന സന്ദേശം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി ദൈവം ഈ പ്രഭാതത്തിൽ മാറ്റുവാൻ ഇടയാകട്ടെ. ഇന്ന് ഈ വചന സന്ദേശത്തിൽ എൻ്റെ ജീവിതത്തെ എങ്ങനെ എനിക്ക് ശോധന ചെയ്യാൻ കഴിയും, എന്നെ ശോധന ചെയ്യുന്ന ഒരു ദൈവം, അവന്റെ സന്നിധി ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് തിരുവെഴുത്തിലൂടെ നോക്കാം. സങ്കീർത്തന പുസ്തകം 139 അധ്യായത്തിൽ 23, 24 വചനഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. അവിടെ തിരുവെഴുത്ത് നമ്മളോട് ഇങ്ങനെയാ പറയുന്നത്, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യുവാനുള്ള സാധ്യത ആരംഭിക്കുന്ന ഹൃദയത്തിലാണ്. സംസാരത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇടവരുന്നത് ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് ശബ്ദം പുറത്തേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ഹൃദയം ശോധന ചെയ്യണം. വസ്ത്രമല്ല, ഹൃദയമാണ് കീറേണ്ടത്. എൻ്റെ ഹൃദയം ശോധന ചെയ്യപ്പെടണം. എൻ്റെ വാക്കുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മുറിവല്ല, എൻ്റെ വാക്കുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലും സൗഖ്യമായി മാറണം. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്ന വാക്കുകൾ ഒരു ദൈവിക അഭിഷേകം ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി ക്രിയ ചെയ്യുന്ന ദൈവിക വെളിപ്പാടിനെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലേക്ക് മാറണം. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നെ ശോധന ചെയ്യണം. 3 തെറ്റുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഒന്ന്, എന്നെ ശോധന ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ പ്രവർത്തനത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ പ്രവർത്തന മേഖലകളിൽ എൻ്റെ വിശ്വസ്തത എത്രത്തോളം ഉണ്ട്. കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യൻ തൻ്റെ കച്ചവട സ്ഥാപനത്തിൽ എത്രത്തോളം വിശ്വസ്തനായിട്ടായിരിക്കാം നിൽക്കുന്നതെന്ന് ഹൃദയത്തിലേക്ക് തിരിഞ്ഞ് ശോധന ചെയ്യണം. അളവിലും തൂക്കത്തിലും വിലയിലും പ്രവർത്തനത്തിലുമെല്ലാം നമ്മൾ ശോധന ചെയ്യപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എപ്പോഴും ശോധന ചെയ്യപ്പെടണം. എങ്കിൽ മാത്രമേ നമ്മൾ തിരുത്തപ്പെടുവാൻ ഇടയാകുകയുള്ളൂ. 2, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണം. അബ്രാഹാമിനെ ദൈവം പരീക്ഷിച്ചപ്പോൾ തൻ്റെ മകനെ യാഗം കഴിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞപ്പോൾ അബ്രാഹാം അതുപോലെ തന്നെ ചെയ്തു. ആ പരീക്ഷയിൽ അവൻ വിജയിച്ചു. പ്രിയമുള്ളവരെ, പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. യേശുവിന് പരീക്ഷകൾ ഉണ്ടായില്ലേ? ആ പരീക്ഷകളിൽ യേശു എങ്ങനെയാ വിജയിച്ചത്? 3 വിധത്തിലല്ലേ പരീക്ഷകൾ ഉണ്ടായത്? 1, കൺമോഹം. 2, ജഡമോഹം. 3, ജീവിതത്തിന്റെ പ്രതാപം. 3 കാര്യങ്ങളല്ലേ ഒരു മനുഷ്യനെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നത്? കണ്ടോ? ഇതിനെ ഒന്ന് ശോധന ചെയ്യണ്ടേ? കണ്ണിനെ ശോധന ചെയ്യണം. ഈ കണ്ണ് ദൈവത്തിന് മാത്രം ഇഷ്ടമുള്ള കാര്യങ്ങളാണോ കാണാൻ ഇടവന്നത്? എങ്കിൽ അത് ദൈവപ്രസാദമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെക്കാൾ വലിയവനായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, അത് നമ്മുടെ ജീവിതത്തിൽ തകർച്ചയാകും. വേണ്ട, ദൈവം എന്നെ നടത്തിയാൽ മതി, ദൈവം എനിക്ക് തന്നാൽ മതി, വേറെ ആര് തന്നാലും എനിക്ക് തികയില്ല,
ദൈവം തന്നത് മാത്രം മതി എന്ന് വിചാരിച്ചാലോ? എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിൽ, എന്റെ മാർഗത്തിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, കാരണം വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. കണ്ടോ, ദൈവം എന്നോട് പറയുന്ന കാര്യമാണ്. എന്റെ വഴിയല്ല, ദൈവ വഴിയാണ്. ദൈവമാർഗത്തിലൂടെ കടന്നു പോകത്തക്ക വിധം ഒരു ദൈവിക സാന്നിധ്യം ഇന്ന് ഈ സമയം ഈ വചനം കേൾക്കുന്ന നമ്മുടെ മേലേക്ക് വ്യാപരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇപ്പോ നിങ്ങളുടെ മേലേക്കായി ശക്തി പകരുന്നത്. ഏതുവിധ വേദനയുടെ നമ്പരത്തിന്റെ നടുവിലാണെങ്കിലും, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുടെ നടുവിലാണെങ്കിലും ഉത്തരം തരുന്നൊരു ദൈവം, അത്ഭുതം തരുന്നൊരു ദൈവം, പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നൊരു ദൈവം ഇന്നിതാ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ അപ്പച്ച, നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിച്ചും പരീക്ഷിച്ചും ശാശ്വത മാർഗം ഞങ്ങൾക്കായി തുറന്നു തന്നവന്റെ അഭിഷേകം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയെ നിറയ്ക്കണമേ. ഈ വചന സന്ദേശം ജീവിതത്തിൽ വലിയൊരു സൗഖ്യം, വിടുതലാക്കി അങ്ങ് മാറ്റണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.